ഹലോ നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ബ്യൂട്ടിഫുൾ സൺഡേ കൂടി എത്തിയിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ റെഡ് കാർപ്പറ്റിൽ പലവിധമായിട്ടുള്ള സെലിബ്രിറ്റികളെ കുറിച്ചും സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആൾക്കാരെ ഒക്കെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉണ്ട്. ആള് സമൂഹത്തിൽ ഉന്നതനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരൻ തന്നെയാണ്. പക്ഷേ ആളുണ്ടാക്കുന്ന ചേഞ്ച് അതൊരു വലിയ മാറ്റം തന്നെയാണ്. ചേഞ്ച് മേക്കേഴ്സ് ഓഫ് കേരളം യൂത്ത് അവാർഡ് വിന്നറാണ് ഇദ്ദേഹം. ആളെക്കുറിച്ച് പറയുമ്പോൾ ഒരു അവിഡ് ട്രാവലറാണ്, ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ആളുടെ പേര് എസ് ഇർഫാൻ യാസ ഖാൻ. ഒരു അടിപൊളി ഹ്യൂമൻ. ലെറ്റ്സ് വെൽക്കം ഇർഫാൻ യാസ ഖാൻ ടു അവർ വെരി ഓൺ റെഡ് കാർപ്പറ്റ്. ഇർഫാൻ സാർ, വെൽക്കം ടു ദ ഷോ. ഓക്കെ, താങ്ക് യു ജെറി. സോ ഇർഫാൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒഫീഷ്യൽ ചേഞ്ച് മേക്കേഴ്സ് ഓഫ് കേരളം യൂത്ത് അവാർഡ് വിന്നർ ആണെന്ന്. ആദ്യം തന്നെ അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. സോ ഇർഫാൻ സാർ, വാട്ട് ഈസ് ചേഞ്ച് മേക്കേഴ്സ് ഓഫ് കേരളം? ചേഞ്ച് മേക്കേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു അവാർഡ് എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്താ പറയാ ഹ്യൂമൻസ് ഓഫ് കേരളയും പിന്നെ പാരച്യൂട്ട് അഡ്വാൻസും കൂടെ ഒരുമിച്ച് എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരുന്ന ഒരു അവാർഡാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നോമിനേഷൻ വന്നതിനകത്തേക്ക് ഫസ്റ്റ് കിട്ടിയത് എനിക്കായിരുന്നു. അപ്പോ ആ ഒരു ഇയറിൽ ഉണ്ടായിരുന്ന ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അന്ന് ആ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു അവാർഡ് വന്നു ചേർന്നത്. ഇങ്ങനെ ഒരു അവാർഡ് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ എന്താ പറയാ, ആക്ച്വലി ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ എന്റെ ഫ്രണ്ട് മേഘ്നയാണ് അതിനകത്തേക്ക് നോമിനേറ്റ് ചെയ്തത് തന്നെ. സോ ബേസിക്കലി ഞാൻ പോലും അറിയാതെ ആളാണ് നോമിനേറ്റ് ചെയ്തത്. സോ ആള് നമ്മുടെ NGOയിൽ കൂടെ ഉള്ള ഒരാളും കൂടെയാണ്. അപ്പൊ അങ്ങനെ എത്തിയതാണ് ആക്ച്വലി. സോ അപ്പൊ അങ്ങനെ എത്തിയതാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ, താൻ പോലും അറിയാതെ ഒരു അവാർഡ് ലഭിച്ച വ്യക്തിയാണെന്ന്, ഒരു അവാർഡ് വിന്നർ ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്റെ അടുത്ത ചോദ്യം, ഇർഫാൻ സാർ, എങ്ങനെയാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്, അല്ലെങ്കിൽ ഈ അവാർഡ് കിട്ടാനായിട്ടുള്ള റീസൺസ് ഒക്കെ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ എന്തായിരുന്നു? ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ലാസ്റ്റ് ഒരു 6 years ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് സ്കൂൾ ഫീൽഡിലാണ്. അതായത് മെയിൻലി വർക്കിംഗ് ഓൺ ചിൽഡ്രൻ. ഓക്കെ. സോ അതിന്റെ ഞങ്ങളൊരു NGO ഉണ്ട്, അതിന്റെ പേര് ഓൾ ടൈം ലവ് എന്നാണ്. അതിന്റെ ബേസ് ആയിട്ടാണ് ഞങ്ങൾ ഇത്രയും കൊല്ലമായിട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതില് നമുക്ക് നമ്മുടെ അണ്ടറിൽ തന്നെ അറൗണ്ട് ഒരു 50 കൂടുതൽ സ്കൂളുകൾ നമ്മുടെ NGOയുടെ അണ്ടറിലുണ്ട്. അപ്പോ അവിടെ ഓരോ സ്കൂളിലും നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്കൂളിനെയും ടേക്ക് കെയർ ചെയ്തിരുന്ന രീതികളൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു തവണ പോയി വിസിറ്റ് ചെയ്യുക വരിക എന്നുള്ളൊരു രീതിയിലൊന്നും അല്ലായിരുന്നു നമ്മൾ ഓരോ സ്കൂളിലും നമ്മൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെ നമ്മൾ എന്തെങ്കിലും നമ്മുടേതായ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് നമ്മളെ കണ്ടിട്ടുള്ള ഏത് സ്കൂളാണെങ്കിലും നമ്മൾ അവിടുന്ന് എന്താ പറയാ അങ്ങനെ നമ്മൾ അവിടുന്ന് ഫിനിഷ് ചെയ്യിക്കുന്നുള്ളായിരുന്നു. സോ അതിന്റെ ബേസ് ആയിട്ട് ഇപ്പൊ കുട്ടികളുടെ ഒരു സൈക്കോളജിക്കൽ വെൽബീയിങ് ആയിക്കോട്ടെ, കൂടാതെ അവരുടെ സെക്സ് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അങ്ങനെ അധികം ആൾക്കാരും ഈ പറയുന്ന പോലെ അധികം തൊടാത്ത ഏരിയസിലൊക്കെ കുറച്ച് കവർ ചെയ്യാനായിട്ടുള്ള റിസോഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ സൈക്കോളജി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, പിന്നെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോ ഇവരെല്ലാരും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായിട്ടോ അല്ലെങ്കിൽ ഞാൻ മാത്രമായിട്ട് എന്റെ ഒറ്റ ആളുടെ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മാത്രമൊന്നും അല്ല. ഞങ്ങളൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് അധികം നല്ല മനുഷ്യന്മാരും അല്ലെങ്കിൽ എന്താ പറയാ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിവുള്ള കുറെ ആൾക്കാർ കൂടെ നിന്ന് അവരെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പോയത് എന്താ പറയാ കോർഡിനേറ്റ് ചെയ്തു എന്നുള്ളൊരു ബേസിൽ ലഭിച്ചൊരു അവാർഡാണ്. അപ്പോ മെയിൻലി നമ്മൾ വർക്ക് ചെയ്തിരുന്ന ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ തന്നെയായിരുന്നു. നമുക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോ എന്താ പറയാ കുട്ടികളുടെ ഓരോ പ്രോഗ്രസ് അല്ലെങ്കിൽ ഓരോ സ്കൂളിന്റെ ഓരോ ചേഞ്ചസ് ഒക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ ലൈഫിനെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് കിട്ടിയത്. ഓക്കെ. അപ്പോ എന്റെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞത്, ഇപ്പോ ഇർഫാൻ സാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലാനാണ് കൂടുതലായിട്ട് താല്പര്യപ്പെടുന്നതെന്ന്. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് എന്തായിരുന്നു കാരണം? ഞാൻ വിശ്വസിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഓരോ മനുഷ്യന്റെ ഡെവലപ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ചൈൽഡ്ഹുഡ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആവുന്നു അല്ലെങ്കിൽ എത്രത്തോളം എറർ ഫ്രീ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു, അത്രത്തോളം നമ്മുടെ ലൈഫ് നമുക്ക് കൂടുതൽ നന്നാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. സോ നമുക്ക് എവിടെയെങ്കിലും ഈ കുട്ടികളാണെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് എന്താ പറയാ എവിടെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ പറയാ അതിലുണ്ടായി വരുന്ന ചേഞ്ചസ് കാരണം നമുക്ക് എവിഡന്റ് ആയിട്ട് പല ദിവസം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ നമ്മുടെ NGO സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ തുടക്കത്തിൽ ജസ്റ്റ് സ്കൂൾ ഒന്ന് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ പോയി ഒന്ന് എന്റർടൈൻ ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിൽ സ്റ്റാർട്ട് ചെയ്തത്
നമുക്ക് ഈ പറയുന്ന പോലെ അവിടെ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മറന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അത്രയും എന്താ പറയാ നമ്മൾ കുട്ടികൾക്ക് കുറച്ചുകൂടി പ്യുവർ ആയിട്ടുള്ളൊരു അവരുടെ ഭാഗത്തു നിന്ന് നമുക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് കുട്ടികളിൽ. കുറച്ചുകൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കുറെ എന്താ പറയാ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടും പറ്റും. പിന്നെ എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചൈൽഡ്ഹുഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൂടെ കൊണ്ടാണ് നമ്മൾ ആ ഒരു ചൈൽഡ് ഏരിയയിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ യെസ്. അതിന്റെ ബേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെയാണ് കാര്യം. ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്നത് പോലെ ഒരു NGOയുടെ ഫൗണ്ടർ ആണെന്ന്, ഓൾ ടൈം ലവ്, അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണെന്ന്. എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഈ ഒരു ഓൾ ടൈം ലവ് എന്ന് പറയുന്ന NGO ഫൗണ്ട് ചെയ്യാനായിട്ടുണ്ടായ ആ ഒരു കാരണം എന്തായിരുന്നു? എങ്ങനെയാണ് ആ ഒരു NGO എന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്? ഓക്കെ. സോ NGO എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ പറയുന്ന പോലെ കോളേജിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറെ എൻ്റെ ഒരു എന്താ പറയാ എൻ്റെ ഒരു ആന്റി ഉണ്ടായിരുന്നു. ആന്റിയുടെ പേര് പ്രശാന്ത് എന്നാണ്. സോ ആൾക്കൊരു NGO ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പിങ്ക് എന്നായിരുന്നു. സോ അവിടെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എല്ലാ ടൈമിലും നടക്കുന്ന, അല്ലെങ്കിൽ നല്ല ആക്റ്റീവ് ആയിട്ടൊരു NGO ആയിരുന്നു പിങ്ക് എന്ന് പറയുന്നത്. ബേസിക്കലി എന്റെ ചൈൽഡ്ഹുഡ് തൊട്ട് തന്നെ ഞാൻ അതിന്റെ ഒരു പാർട്ടായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എന്താ പറയാ ഞാൻ നാട്ടിൽ നിന്ന് മാറേണ്ട ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നേരെ കോട്ടയത്തേക്കാണ് ഞാൻ വരുന്നത്. എന്റെ നാട് ആലപ്പുഴയാണ്. അവിടെയായിരുന്നു മെയിൻലി പിങ്കിന്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ നേരെ കോട്ടയത്തേക്കാണ് വരുന്നത്. അപ്പോ അതിന്റെ ബേസിൽ എന്താ പറയാ തൊട്ടടുത്തുള്ള സ്കൂളുകൾ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ക്ലാസ് കട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ. അതിന്റെ ബേസിൽ സത്യം പറഞ്ഞാൽ തൊട്ടടുത്ത് ഒരുപാട് സ്കൂളുകളും, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ മണ്ണനും കെ കോളേജിന്റെ അടുത്ത് തന്നെ അത്യാവശ്യം കുറച്ച് എന്താ പറയാ കുഞ്ഞു കുഞ്ഞു സ്കൂളുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ ഒരു തവണ ക്ലാസ് കട്ട് ചെയ്ത്, സത്യം പറഞ്ഞാൽ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ അതാണ് ക്ലാസ് കട്ട് ചെയ്ത് ഒരു 2-3 പേരായിട്ട് ജസ്റ്റ് ഗിറ്റാറും അത് കുറച്ച് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും ആയിട്ട് തൊട്ടടുത്തുള്ള സ്കൂളിൽ അവിടെ നേരത്തെ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് നമ്മൾ അവിടെ ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ പോയി തുടങ്ങിയതാണ് ഒരു ഗ്രൂപ്പ് പോലെ. അതൊരു 3 പേരിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 3-4 പേരുണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈം. പിന്നെ അത് ഇവൻച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു എന്താ പറയാ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ സ്കൂളിലേക്ക് ഇപ്പൊ കൂടെ ഉണ്ടായിരുന്നവർക്ക് തന്നെ പിന്നെയും പോകാൻ ആഗ്രഹമൊക്കെ വന്നപ്പോഴത്തേക്കും പതുക്കെ ഒരു 2-3 മാസം കൊണ്ട് തന്നെ അതിനകത്തുള്ള മെമ്പേഴ്സിന്റെ എന്താ പറയാ ഈ പറയുന്ന മെമ്പേഴ്സ് കൂടാൻ തുടങ്ങി. അപ്പൊ നമ്മളാണ് അങ്ങനെയാണ് വിചാരിച്ചത് നമുക്കൊരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു NGO ആയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ആൻഡ് ഓൾറെഡി നമുക്ക് NGOയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രോസസ് എന്താന്നുള്ളൊരു ഐഡിയ നേരത്തെ പിങ്കിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൊരു ലിമിറ്റേഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ സോ അതുമല്ല എല്ലാവരും ഒരു 18 ഇയേഴ്സ് അല്ലെങ്കിൽ അവരുടെ ടീനേജിലുള്ള ആൾക്കാർ തന്നെ ആയതുകൊണ്ട് മാക്സിമം അവരുടെ എനർജിയും അല്ലെങ്കിൽ അവരൊരു ഫുൾ പൊട്ടൻഷ്യൽ അവിടെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് NGO നമ്മൾ ഓൾ ടൈം രജിസ്റ്റർ ചെയ്ത്. സോ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ അത് പിന്നെ അതിനകത്ത് കുറെ അധികം നമ്മുടെ കോളേജിൽ നിന്ന് അല്ലാതെ തന്നെ പുറത്തുനിന്നും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് രീതിയിലുള്ള ആൾക്കാർ അതിനകത്തേക്ക് വരാൻ തുടങ്ങിയാൽ ഇനി അതിനകത്ത് വർക്ക് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് വന്നപ്പോഴത്തേക്കാണ് അത് കുറച്ചുകൂടി ലാർജ് സ്കെയിലിലേക്ക് മുമ്പിലോട്ട് വന്നത്. പിന്നെ സ്കൂളുകളുടെ എണ്ണം കൂടിയപ്പോൾ ആൾക്കാരുടെ എണ്ണവും കൂടി. ആൻഡ് മെമ്പേഴ്സ് ഒക്കെ എന്താ പറയുക മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സൈക്കോളജി സ്റ്റുഡൻസ് തന്നെയായിരുന്നു ആ സമയത്ത് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ സോ അവർ ഓൾറെഡി ഇപ്പൊ സൈക്കോളജി സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എന്താ പറയാ ഈ പറയുന്ന കുട്ടികളുടെ വെൽബീയിങ്ങിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ മെമ്പേഴ്സും കൊണ്ട് നമ്മളോട് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക്സ് ഒക്കെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്കൂള് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ വേറെ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു എന്താ പറയാ ഒരു ഹാപ്പി ഹോംസ്, അല്ലെങ്കിൽ എന്താ പറയാ കുറെ ലവ് സ്റ്റാച്യൂസ് എന്ന് പറഞ്ഞ ഒരുപാട് പ്രോജക്ട്സ് നമുക്ക് ഇങ്ങനെ 1 by 1 ആയിട്ട് ചെയ്യാനായിട്ടും അത് കഴിഞ്ഞ ശേഷം പറ്റി എന്നുള്ളതാണ്. ആൻഡ് ആ തുടക്കത്തിലൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊരു NGO രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഫുള്ളായിട്ട് മുമ്പിലോട്ട് പോകും, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ ഇതൊരു ടൈം കഴിയാൻ നേരത്തേക്ക് എല്ലാവരും വിട്ടു പോകുന്നുള്ളൊരു എന്താ പറയാ അന്ന് ഞാൻ ആദ്യം വിചാരിച്ചില്ല. അല്ലെങ്കിൽ ഒരു വലിയ സ്കെയിൽ ഒരു NGO ആയി മാറും എന്നുള്ളൊരു സംഭവം ഞാൻ എന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഒരു വിത്തിൻ 6 months തന്നെ ഒഫീഷ്യലി നമുക്ക് അനൗൺസ് ചെയ്ത് നമ്മൾ മൂവ് ചെയ്യായിരുന്നു പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് എന്താ പറയാ നമ്മൾ അനൗൺസ് ചെയ്ത് നമ്മൾ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്യാന്നേരത്തേക്ക് നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് 100 ആൾക്കാർ നമുക്ക് വോളണ്ടിയേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ 100 പേരുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. 100 പേർക്ക് നല്ല ഐഡിയാസ് ഉള്ളവരും അല്ലെങ്കിൽ അത്രയും കേസബിൾ ആയിട്ടുള്ളവരായിരുന്നു. അപ്പോ എല്ലാരും കൂടെ ഒത്തുപിടിച്ചപ്പോ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതാണ് ബേസിക്കലി നടന്നത്.
അങ്ങനെയാണ് എന്താ പറയാ NGO തുടങ്ങാൻ ഒരു മോട്ടിവേഷൻ ഒന്ന് എന്താ പറയാ ഒന്ന് ജനറലൈസ് ചെയ്തെല്ലാം ഒരൊറ്റ തുടക്കത്തിലാക്കുക എന്നുള്ളൊരു രീതിയിലായിരുന്നു തുടങ്ങിയത്. അപ്പോ അത് വളരെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ അതിന്റെ ബേസിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇർഫാൻ സാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോളേജിന്റെ ക്ലാസ്സിലൊന്നും കയറാതെ കറങ്ങി നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതും അത് പിന്നെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തതും പിന്നീടാണ് NGO വളർന്ന് പടർന്ന് പന്തലിച്ചതെന്നും. അപ്പൊ സാറിനെ കുറിച്ച് നമ്മളുടെ ടീം ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ സാറിനെ പറ്റി കുറച്ച് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രസകരമായിട്ടുള്ള അനുഭവം എന്ന് പറയുമ്പോൾ സാറിന്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്ന ഡിബിൻ ജോസഫ് സാറാണ് സാറിന്റെ നമ്പർ നമുക്കിവിടെ കണക്ട് ചെയ്ത് തന്നത്. അപ്പോൾ ഇർഫാൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ ഡിബിൻ ജോസഫ് സാറിന് ഒരുപാട് നാവാണ്, ഇങ്ങനെ വാചാലനായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നും അറിയാതെ വന്ന് വീട്ടിൽ നിന്ന് വന്ന് പോലീസുകാരുടെ തല്ല് മേടിച്ച വ്യക്തിയാണ് ഇർഫാൻ സാർ എന്ന്. അപ്പോ ആ ഒരു അനുഭവത്തിനെ കുറിച്ചൊന്ന് പറയാവോ? അല്ല, അത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ പോയി, അല്ലെങ്കിൽ എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്നുള്ള രീതിയിൽ തന്റെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അതുകൊണ്ടായിരിക്കും ടിനിക് സാർ അത് തന്നെ പറഞ്ഞു തന്നത്. അത് ഇറക്കി ഞാൻ തന്നെ വിചാരിച്ചിരിക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോ എന്റെ അടുത്ത ചോദ്യം, നമ്മൾ ഇനി സീരിയസ് ആയിട്ടുള്ള സംസാരത്തിലേക്ക് പോകുമ്പോൾ, സാറ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ആ ഒരു കരിയർ പാത്ത് തിരഞ്ഞെടുത്തത്? സോ ബേസിക്കലി എനിക്കൊരു ഡിഗ്രി ചേർന്നത് വരെ, അല്ലെങ്കിൽ ഡിഗ്രി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വരെ ഞാൻ എന്തായി തീരണം എന്നുള്ളൊരു ഒരു ഡ്രീമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. എനിക്ക് ലോങ് ആസ് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു ബേസിൽ മാത്രമായിരുന്നു പൊക്കോണ്ടിരുന്നത്. സോ നമ്മള് NGO സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ അതിന്റെ വർക്ക്സും കാര്യങ്ങളും മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് എനിക്കൊരു ടീച്ചർ ആവണം എന്നുള്ളൊരു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ടീച്ചിങ് ഫീൽഡിലേക്ക് തന്നെ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ആദ്യം ആ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് വരിക, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് BEd എടുക്കുക എന്നുള്ളൊരു സെറ്റിങ്ങിലായിരുന്നു. പക്ഷെ അത് ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചിങ് തന്നെ കുറച്ചുകൂടെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ബേസിലാണ് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് അറിയാൻ സാധിച്ചത്. സോ അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോ പിന്നെ നേരെ എന്താ പറയാ RP റൺസിൽ തന്നെ വരുന്ന കോഴ്സായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതിന്റെ ബേസിൽ നിർമ്മല സദൻ സ്പെഷ്യൽ ട്രെയിനിങ് കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത്. അവിടെ IDD ആയിരുന്നു ഞാൻ BEd എടുത്തിരുന്നത്. അതിനുശേഷം അവിടെ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം ആണ് ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ എന്താ പറയുക സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അവിടുന്ന് പഠിക്കാൻ പോയപ്പോഴത്തേക്ക് അതിന് മുമ്പ് ഒരു വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന പോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എത്രത്തോളം ഈ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അത് കാര്യം അത്ര പോപ്പുലർ അല്ലായിരുന്ന ഒരു ഫീൽഡാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായതിനു ശേഷമാണ് ആ ഒരു ഫീൽഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ്. ഓക്കെ, എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇർഫാൻ സാർ, അടുത്ത ചോദ്യം നൺ അതർ ദാൻ, എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ, അതായത് നമ്മള് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വാക്കിൽ തന്നെ നമുക്ക് അതിനകത്ത് തന്നെ ഒരു അർത്ഥം കാണുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ കുട്ടികളുടെ, അതായത് സ്പെഷ്യൽ നീഡുള്ള ഒരുപാടധികം കുട്ടികളുണ്ട്. സോ അവർക്ക് ഓരോരുത്തർക്കും സ്പെഷ്യലി അറ്റൻഷൻ അല്ലെങ്കിൽ ഓരോ സ്പെഷ്യലി വേ ഓഫ് ലേണിംഗ് ആയിരിക്കും ഓരോ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസസും അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അവരുടെ കോസൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കുറെ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കുട്ടികളെയും ഓരോ രീതിയിലും ഓരോ അപ്രോച്ചസും നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അവരെ അതുമല്ല ഇതിനകത്ത് കൂടുതൽ വരെ നമ്മളൊരു ഗ്രൂപ്പ് ലേണിംഗോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഈ പറയുന്ന പോലെ ഒരു ക്ലാസ് റൂം സെറ്റിംഗ് പോലെ ഒരു രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് അല്ല ഇത്. സോ മെയിൻലി ഇതിനകത്ത് നമുക്ക് കൂടുതൽ ഇൻഡിവിജ്വലി ആയിരിക്കും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഈ പറയുന്ന പോലെ സ്പെഷ്യൽ അറ്റൻഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ട കുട്ടികൾക്ക് മാക്സിമം നമ്മുടേതായ രീതിയിൽ അല്ലെങ്കിൽ ഒരു അത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ഒരു ലെസൺ പ്ലാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവരെ പഠിപ്പിക്കുന്ന ഒരു ഫീൽഡാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിനകത്ത് പിന്നെ നമുക്കിപ്പോൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഓരോ ഫീൽഡിലും ഓരോ രീതിയിൽ നമുക്ക് പഠിപ്പിക്കാനുള്ള അപ്രോച്ചസുകൾ നമുക്ക് ഉണ്ട്. അപ്പോൾ അതാണ് ബേസിക്കലി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇന്റലക്ച്വൽ എബിലിറ്റി നീഡ്സ് ഉള്ള കുട്ടികളെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ലെസൺ പ്ലാനുകളൊക്കെ തയ്യാറാക്കി അവരെ അവരുടെ രീതിയിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അല്ലേ സർ? ഇപ്പോൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും അതിനോട് ഒരു വിമുഖതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഒക്കെ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ? തീർച്ചയായും. അതായത് സ്പെഷ്യൽ നീഡുള്ള കുട്ടികളെ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ഇപ്പൊ നമ്മള് സമൂഹം ഇപ്പൊ ഒരുപാട് മാറി.
അത് ഈ എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2-3 വർഷത്തിനിടയിലാണ് ഇത്രയും കുറച്ചുകൂടെ സർവീസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതുപോലുള്ള തെറാപ്പീസ് ഒക്കെ കുറച്ചുകൂടെ കൊടുത്താലാണ് എഫക്റ്റീവ് ആവൂ എന്നുള്ളൊരു തോട്ട്സ് ഇപ്പൊ പാരന്റ്സിന്റെ ഉള്ളിൽ വന്നത് ഈ ഒരു എന്താ പറയാ അധിക കാലഘട്ടമൊന്നും ആയിട്ടില്ല. അതിന് മുമ്പ് വരെ എന്താ പറയാ ഈ ഒരു ഫീൽഡിൽ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇതിനകത്തേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ നമുക്ക് വലിയ ലിമിറ്റേഷൻസും കാര്യങ്ങളും കൂടുതലായിട്ട് ഈ ഫീൽഡ് സംബന്ധിച്ചിടത്ത് വരുന്നില്ല. പക്ഷെ നമ്മുടെ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. നമ്മളിപ്പോ ഈ സാധാരണ ഒരു കുട്ടി പഠിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ ഒരു വേയിലായിരിക്കില്ല ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ നീഡ് വേണ്ട ഒരു കുട്ടി പെർസീവ് ചെയ്യുന്നതും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതും. അപ്പോൾ യെസ്. ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആസ് എൻ എഡ്യൂക്കേറ്റർ നമുക്കൊരു ക്ഷമ വേണം. ചിലപ്പോ അത്രയും ഇത്ര ചില സമയത്തൊക്കെ കുട്ടികൾ ഇപ്പൊ ഒരു ഷൂ ലേസ് കെട്ടാൻ പോലും പഠിക്കുന്ന ഒരു 4 മാസം 5 മാസം ഒക്കെ കൊണ്ടായിരിക്കും. അപ്പോ നമുക്ക് നോർമൽ ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും നോർമൽ ആയിരിക്കണം എന്നുള്ളൊരു തോട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഫീൽഡിലേക്ക് നമുക്ക് എന്താ പറയാ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ഒരു ഗ്രൂപ്പ് സെഷൻസ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു അധികം കുട്ടികളെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്ന ഒരു സെറ്റിംഗ്സും കൂടെ അധികം അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ ഇൻഡിവിജ്വലി ആയിരിക്കുമല്ലോ കുട്ടികളെ നമ്മൾ എടുക്കുന്നത്. അപ്പോ എന്താ പറയാ നമുക്കപ്പോ ആ രീതിയിൽ മുമ്പിലോട്ട് പോകാനായിട്ട് കേപ്പബിൾ ആണ് എന്നുള്ളൊരു സ്വയമേ ഉള്ളൊരു വിശ്വാസം കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്താ പറയാ കൂടുതൽ കാര്യങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ട് കുട്ടികളിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ബേസിക്കലി നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ട് അവിടെ ഒരു എന്താ പറയാ നമ്മൾ കൂടുതൽ ക്ഷമ വേണം. പിന്നെ അതുകൂടാതെ തന്നെ എന്താ പറയാ നമുക്ക് ഒരു കാര്യം നമ്മളത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്ന എഫക്റ്റീവ് ആയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടെക്നിക്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ സാധാരണ ഒരു ബുക്കും പേപ്പറും എടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലല്ലാതെ അവരെ കൂടുതൽ സെൻസറി അപ്രോച്ചസിലേക്ക് നമ്മൾ അവരെ ലീഡ് ചെയ്യേണ്ട വരും. കൂടുതൽ സെൻസേഷൻസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് ആൾക്കാർ കൂടുതൽ പഠിക്കും. അതായത് ഇപ്പൊ നമ്മുടെ ഒരു സാധാരണ സ്കൂൾ സെറ്റിംഗിലാണെങ്കിൽ തന്നെ നമ്മൾ ടീച്ചർ ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നോട്ട്സിൽ എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോകുന്നു എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ ഒരു 50 സ്റ്റുഡൻസ് ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് എത്ര കുട്ടികൾ അവിടെ അത് മുഴുവൻ മനസ്സിലാക്കി എടുത്തു അല്ലെങ്കിൽ എത്ര കുട്ടികൾ കോൺഫിഡൻസ് ഇല്ലാത്തത് മൂലം ഡൗട്ട്സ് ചോദിക്കാതിരുന്നു എന്നുള്ളതൊക്കെ ഒരുപാട് നമുക്ക് ചോദിച്ചതിനായിട്ട് വരുന്ന. അപ്പോ അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു കുട്ടികൾ ഇതിനകത്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ റെഗുലർലി നമ്മൾ എന്താ പറയാ നമ്മളത് ഒന്ന് ചെക്ക് ചെയ്ത് പോവേണ്ട വരുന്ന സിറ്റുവേഷൻസ് നമുക്ക് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫീൽഡിനകത്ത് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോ സെറ്റിംഗിലും അതായത് ഇപ്പൊ നമുക്കിപ്പോ കുട്ടികളെ തന്നെ ഹോം ബേസ്ഡ് എൻവയോൺമെന്റിൽ എടുക്കാം, അല്ലാതെ ഒരു തെറാപ്പി സെന്റർ എൻവയോൺമെന്റിൽ എടുക്കാം, അല്ലെ സ്കൂൾ സെറ്റിംഗിൽ എടുക്കാം. നമുക്ക് ഏതൊരു എന്താ പറയാ ഉള്ള ഒരു എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് നോക്കിയിട്ട് നമുക്ക് എന്താ പറയാ ആ രീതിയിലേക്ക് നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും നമുക്ക് പറ്റും. അങ്ങനെയാണ്. സർ, ഇപ്പോൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും അതിനോട് ഒരു വിമുഖതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഒക്കെ എന്തൊക്കെയാണ്? സൊസൈറ്റിയുടെ ഒരു കയ്യിൽ നിന്നുള്ളൊരു ഔട്ട്പുട്ട് എങ്ങനെയാണ്? പലപ്പോഴും ഇതിനൊരു വലിയൊരു ഹിൻഡ്രൻസ് തന്നെയായിരിക്കും സൊസൈറ്റി. സാറിന്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ തന്നെയാണോ? ഓക്കെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പഴയ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കുട്ടികളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോലും മടിച്ചിരുന്ന പാരന്റ്സ് ഉണ്ടായിരുന്ന കാര്യം. ഈ പറയുന്ന പോലെ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് നേരിടേണ്ട കുറെ സോഷ്യൽ നോംസോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സോഷ്യലി ഫേസ് ചെയ്യേണ്ട വരുന്ന ഒരുപാടധികം ഫാക്ടേഴ്സ് അതിനകത്തുള്ളത് കൊണ്ട് തന്നെ പാരന്റ്സ് കൂടുതലായും കുട്ടികളെയോ അല്ലെങ്കിൽ കൊണ്ടുവരുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുള്ള ഒരു എംപതി മൂഡ് ഓഫ് അപ്രോച്ച് ആൾക്കാർ എടുക്കുന്നത് കൊണ്ട് എന്താ പറയാ ഇപ്പൊ കൂടുതൽ ഇപ്പൊ പാരന്റ്സ് ആണെങ്കിൽ തന്നെ കൂടുതൽ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ അവരെ ഈ ലോകത്തൊക്കെ എന്താ നടക്കുന്നതെന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുറച്ചുകൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ തെറാപ്പി എടുക്കുക, അത് എന്റെ കുട്ടിക്ക് ഒന്നുമില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ മാറി തെറാപ്പി ഒക്കെ എടുത്താലാണ് കുറച്ച് ഡെവലപ്മെന്റ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതേപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള സർവീസസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്താലാണ് കുട്ടികൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവുക എന്നുള്ളൊരു ഐഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ പാരന്റ്സ് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ പോലെ ക്രിയേറ്റ് ചെയ്താൽ അവർ തന്നെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പാരന്റ്സും ഡീൽ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാവരും എന്താ പറയാ ഒരു വെറൈറ്റി ഓഫ് ഡീലിങ്സ് ആയിരിക്കുമല്ലോ നമ്മൾ ഇപ്പൊ അവരുടെ ഓരോരുത്തരുടെ കുട്ടികളെ ചെയ്യുന്നത്. അപ്പം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ വഴി തന്നെ അവര് കൂടുതലായിട്ട് മനസ്സിലാക്കി ചെയ്യാനായിട്ടുള്ള രീതിയിലേക്കൊക്കെ ഇപ്പോ വന്നിട്ടുണ്ട്. ആൻഡ്
ഒരു ലാസ്റ്റ് 2 ഇയേഴ്സിന്റെ ഇടയ്ക്ക് തന്നെ ഞാനിപ്പോ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ലാസ്റ്റ് 2 ഇയേഴ്സിന്റെ ഇടയ്ക്ക് തന്നെ ഒരുപാടധികം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് നമ്മുടെ കൊച്ചിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോ കാര്യം ആ ഒരു എന്താ പറയാ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ തെറാപ്പികളൊക്കെ ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരം സെന്റേഴ്സ് ആണെങ്കിലും ഇവിടെ വരുന്നത്. യെസ്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഒരു പഴയ ഒരു ആൾക്കാർ കണ്ടുകൊണ്ടിരുന്ന രീതിയിൽ നിന്ന് ഒരുപാടധികം മാറ്റം ഈ ഒരു ഫീൽഡിൽ ഇപ്പോ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പഴയ പോലെ ഒരു രീതിയിലല്ല. കാര്യം ഇപ്പം കുട്ടികൾക്ക് ഇപ്പൊ ലേണിംഗ് ഡിഫിക്കൽട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആയിക്കോട്ടെ, ഇതിനുള്ള ചാൻസസ് ഇപ്പൊ പഴയതിനേക്കാളും ഹൈയും ആണ്. അതിന്റെ ഒരു കൊറോണ വന്നതിന് ശേഷവും എന്താ പറയാ കുറെ ഇപ്പൊ വിർച്വൽ ഓട്ടിസം ഒക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത പോലെയുള്ള ടെർമിനോളജിയിലുള്ള കാര്യങ്ങളാണ് വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. കൂടുതലായിട്ട് സ്ക്രീൻ ടൈം കൂടി കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയാ ആ ഒരു ചേഞ്ചസ് അതിനകത്ത് വരുന്നതുകൊണ്ടാണ് വിർച്വൽ ഓട്ടിസം ഒക്കെ അങ്ങനെ വരുന്നത്. കാര്യം അത് ഈ കൊറോണ ഉണ്ടായ സമയത്ത് തന്നെ കുട്ടികൾ വീട്ടിൽ അത്രയും നേരം ഇരുന്ന കാര്യം പാരന്റ്സിന് വേറെ ഓപ്ഷൻസ് ഇല്ല. ഫോൺ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് സ്ക്രീൻ ടൈം കൊടുക്കുക, അവരെ ഒന്ന് വെറുതെ ഇരുത്താൻ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഒരുപാട് പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോ എന്താ പറയാ അപ്പൊ അങ്ങനെ ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് ആൾക്കാർ അതിനൊപ്പം മാറുന്നുണ്ട്. അതേപോലെ തന്നെ സർവീസുകളിലെ എണ്ണം അല്ലെങ്കിൽ പതുക്കെ ഇൻക്രീസ് ആയി വരുന്നുണ്ട്. പിന്നെ ഒരു വേറെ ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മെയിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു മെയിൽ തെറാപ്പിസ്റ്റുകളുടെ ഒരു അവൈലബിലിറ്റി കുറവുണ്ട്. കൂടുതൽ ഒരു ടീച്ചർ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ മനസ്സിൽ ടീച്ചർ അല്ലെങ്കിൽ നേഴ്സ് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കാറ് നമുക്ക് അവിടെ ഒരു വരുന്നത് പ്രോബബ്ലി ആൾക്കാരുടെ ഉള്ളിലും വരുന്ന ഒരു ഒരു രൂപം എന്ന് പറയുന്ന ഒരു വുമൺ ആയിരിക്കും. അല്ലെങ്കിൽ യെസ്. ഇപ്പൊ ഒരു ഈ പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ബസ് ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു മെന്നായിരിക്കും. യെസ്. അപ്പോ ആ ഒരു നോം ഉള്ളതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിലും ഉണ്ട്. കാര്യം ഞാൻ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിലും എന്താ പറയാ ഈ ഒരു ഫീൽഡിൽ തെരഞ്ഞെടുത്ത് വരുന്ന മെയിൽ സ്റ്റാഫുകൾ അല്ലെങ്കിൽ മെയിൽ ടീച്ചേഴ്സിന്റെ ഒരു എണ്ണം ഭയങ്കര കുറവാണ്. പക്ഷെ ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയാ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ എന്താ പറയാ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നേരത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് പല സ്ഥലത്തും ഒരു മെയിൽ ടീച്ചേഴ്സിന്റെ റിക്വയർമെന്റ്സ് വരാറുണ്ട്. അപ്പൊ നമുക്കത് ഇപ്പോഴും ഈ പറയുന്ന പോലെ അത് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഇപ്പോഴും റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 80% ഓഫ് നമ്മൾ ഇതിനകത്ത് വരുന്ന ടീച്ചേഴ്സ് ഫീമെയിൽ ആയിരിക്കും. ആൻഡ് ഒരു 20% ആയിരിക്കും നമുക്കൊരു മെയിൽ ടീച്ചേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് വരുന്നത്. ഇത് ജെൻഡർ ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വേറെ ഒന്നും പറയില്ല. ചില സിറ്റുവേഷൻസിൽ ഉറപ്പായിട്ടും ആൺകുട്ടികളെ ഡീൽ ചെയ്യാനായിട്ട് മെയിൽ ടീച്ചേഴ്സിന്റെ റിക്വയർമെന്റ് തന്നെ ആവശ്യമാണെന്ന് പലയിടത്തും എനിക്ക് തോന്നിയിട്ടുണ്ടാകാൻ അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഓക്കെ. അങ്ങനത്തെ ഒരു രീതിയിൽ നോക്കുമ്പോൾ മെയിൽ ടീച്ചേഴ്സിന്റെ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ മെയിൽ ടീച്ചേഴ്സിന്റെ അപാകത ഈ ഒരു ഫീൽഡിനെ സത്യം പറഞ്ഞാൽ കുറച്ച് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. യെസ്. അപ്പൊ എന്തായാലും സാറിന്റെ ഇന്റർവ്യൂ നമ്മൾ ചാർട്ട് ചെയ്യുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ തന്നെ ചാർട്ട് ചെയ്തൊരു ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷേ നമ്മൾ അന്ന് വിളിച്ചപ്പോഴൊക്കെ സോറി ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, ഞാൻ കസോളിലാണ്, ഞാൻ മണാലിയിലാണ്, ഞാൻ അരുണാചൽ പ്രദേശിലാണ്, ഞാൻ പഞ്ചാബിലാണ് എന്നൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന റെസ്പോൺസ്. സാറിനെ കിട്ടാനായിട്ട് നമ്മൾ കുറച്ചധികം പാടുപെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് സാറ് തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഇന്റർവ്യൂ ചാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇങ്ങനെയൊരു അവിഡ് ട്രാവൽ സ്കെഡ്യൂൾസിന്റെ ഇടയ്ക്കും വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് ഈ ഒരു അവിഡ് ട്രാവലറായിട്ട് മാറിയത്? ഓക്കെ, സോ ട്രാവലിംഗ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്ഥലങ്ങൾ കാണുക, പുതിയ ആൾക്കാരെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യമാണ്. ഓക്കെ. നമ്മളെല്ലാവരും അറ്റ് ദ എൻഡിൽ നമ്മുടെ സന്തോഷം മാത്രം ആഗ്രഹിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണല്ലോ. നമ്മൾ കുറെ സിറ്റുവേഷൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ ഡ്രീമുകളും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നത്. യെസ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വർക്ക് എന്ന് പറയുന്നത് ഞാൻ കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ ഞാനൊരു നമ്മുടെ NGOയുടെ അണ്ടറിലും കൂടെ ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ എന്റെ വർക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അറൌണ്ട് ഇപ്പൊ ഞാൻ ഇൻഡിവിജ്വലി ആണ് കുട്ടികൾക്ക് കൂടുതൽ സെഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഹോം എൻവയോൺമെന്റിലാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ ഒരു കുറച്ച് ഒരു വർഷത്തിൽ 1-2 തവണയൊക്കെ കുറച്ചൊരു കൂടുതൽ സമയമെടുത്ത് അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു കൂടിപ്പോയ ഒരു മാസം കേട്ടോ, അതിനപ്പുറത്തേക്ക് പോകില്ല. കാര്യം എനിക്കിവിടെ എന്റെ സ്റ്റുഡൻസ് ഉണ്ട്, അവരെ പഠിപ്പിക്കാനുണ്ട്, ആ ഒരു കണ്ടിന്യൂഷൻ പോകാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും അവിഡ് ട്രാവലർ ആയിട്ടുള്ള ഇർഫാൻ സാറിന് എപ്പോഴും ട്രാവലിംഗിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള അനുഭവം പറയാൻ കാണും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ട്രാവലിംഗിന് ഒരുപാടധികം എക്സ്പീരിയൻസ് എന്താ പറയാ അല്ല ഞാൻ പറയില്ല, അതിനെപ്പോഴും ഒരു എപ്പോഴും എന്താ പറയാ ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത് ഒരുപാടധികം പുതിയ ആൾക്കാർ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. യെസ്. എപ്പോഴും നമ്മൾ ഏതൊരു ട്രാവലിംഗ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു തൊട്ടടുത്ത എന്റെ ജില്ല ഞാനിപ്പോ താമസിക്കുന്ന പറയുന്ന പോലെ കൊച്ചിയിലാണ്. എന്റെ വീട് ആലപ്പുഴയാണ്.
നമ്മളിവിടുന്ന് ഒരു ബസ് കയറി ആലപ്പുഴയ്ക്ക് പോകുന്ന ഒരു സമയത്ത് പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എത്തി പറഞ്ഞാൽ ഒരു ട്രാവലിംഗ് പോലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാര്യം തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ കാഴ്ചകൾ കാണുക, അല്ലെങ്കിൽ കാര്യം ഞാൻ എപ്പോഴാണെന്ന് വെച്ചാൽ ഓരോ ട്രാവലിംഗിന്റെ ഇടയ്ക്ക് നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാര്യം ഒരു എടുത്തു പറയാനായിട്ടുള്ള രീതിയിലേക്കാളും കൂടുതൽ ഓരോ ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ സംസാരങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ കൾച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ യെസ്. റീസെന്റ് ടൈമില് എന്താ പറയാ, എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയല്ലേ. സോ അവിടെ ഞാൻ ലാസ്റ്റ് ആയിട്ട് പോയത് കസോളായിരുന്നു. കസോൾ പാർവതി വാലി ആ ഒരു ഏരിയയിലായിരുന്നു. അപ്പൊ അവിടെ ഞാൻ 2 ദിവസം നിന്ന ഒരു സ്ഥലത്ത് അവിടെ 2-3 കുട്ടികൾ വെറുതെ വന്ന് ആ ഹോം സ്റ്റേയുടെ താഴെ വന്ന് ചുമ്മാ ബുക്കും തുറന്നിരുന്ന് പഠിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ കാണുന്ന ഒരു ലേറ്റ് ആയിട്ട് ടൈമിലായിരുന്നു. പിന്നെ പിറ്റേന്നായപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെയുള്ള ഓണറിനോട് തന്നെ ചോദിച്ചു. അവർ പിള്ളേരോട് നിന്ന് പഠിക്കുന്ന, അവർക്ക് ടീച്ചേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ടീച്ചറാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൾ എന്നോട് പഠിപ്പിക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞപ്പോഴും കുഴപ്പമില്ല, എന്നാലും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അവരും ഹാപ്പി ആയിരുന്നു, ഞാനും ഹാപ്പി ആയിരുന്നു ആ ഒരു കാര്യത്തിൽ. കാര്യം അവിടെ ഒരു ലാംഗ്വേജോ അല്ലെങ്കിൽ ആ ഒരു സാധനം ബാരിയർ ആയിട്ട് നിന്നിട്ട് പോലും എന്താ പറയാ, കൂടുതൽ എക്സ്പീരിയൻസ് അവരുടെ ഭാഗത്തുനിന്നും എനിക്ക് കിട്ടി. ആൻഡ് ഓൾസോ എനിക്ക് പുതുതായിട്ട് കുറെ കാര്യങ്ങൾ ആ കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ ആ പാരന്റ്സിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റി. കാര്യം ഓരോ സ്ഥലങ്ങളും ഓരോ എക്സ്പീരിയൻസ് ആണ്. ആൻഡ് സ്ഥലങ്ങളെക്കാളും കൂടുതൽ ഞാൻ എന്താ പറയാ പ്രിഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു ഞാനെപ്പോഴും എനിക്കൊരു സന്തോഷം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകുന്നേക്കാൾ ആ സ്ഥലത്തിലുള്ള ആൾക്കാരുടെ കൾച്ചേഴ്സും അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ മനസ്സിലാക്കുമ്പോഴാണ്. അതായത് ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ദുരനുഭവങ്ങൾ നമ്മൾ കൂടെ കൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതെ. അതുകൊണ്ട് നല്ല അനുഭവങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും ചേർത്ത് പിടിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും അത് ആവശ്യമുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതുവരേക്കും ട്രാവൽ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ ആൾക്കാർ എവിടത്തെയാണ്? ഞാന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ബുൺബുണിയാണ്. ബുൺബുണി എന്ന് പറയുന്നത് പാർവതി വാലി, നമ്മുടെ പാർവതി വാലിയുടെ ഒരു ഏറ്റവും എൻഡിങ്ങിലുള്ള ഒരു സ്ഥലമാണ്. കാര്യം അങ്ങോട്ടേക്ക് ട്രക്ക് ചെയ്ത് കയറണമെങ്കിൽ തന്നെ ഒരു ഒരു നമ്മളൊരു ഫുൾ ഡേ നമ്മൾ ട്രക്ക് ചെയ്യണം. അധികം ആൾക്കാർ അവിടെ എത്തിപ്പെടാറില്ല. അപ്പോ ഞാൻ റീസെന്റ് ടൈംസിൽ എന്റെ കൂടെ പഠിച്ചിരുന്ന കുറച്ച് എന്താ പറയാ എന്റെ പഴയ ബാച്ച്മേറ്റ്സ് ഒക്കെ ആയിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ കാര്യം ഞാൻ എന്താ പറയാ, എനിക്ക് ഈ മലയൊക്കെ കയറുക എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ട്രാവലിംഗ് ഒക്കെ ചെയ്യുമെങ്കിലും ഞാൻ ഈ വക കാര്യങ്ങളെ കുറിച്ച് മടിയൊക്കെ കാണിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടും ഒരു ടൈം എടുത്തിട്ടാണെങ്കിലും അതിന്റെ മുകളിൽ എത്തി. കാര്യം അവിടെ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഒരു ഒരു എന്താ പറയാ, ഒരു പുൽമേടും ചുറ്റും ഈ പറയുന്ന പോലെ നമ്മുടെ മറ്റേ നീലാകാശം പച്ചക്കറി ചുവന്ന ഭൂമിയിലൊക്കെ പറയുന്ന പോലെ മഞ്ഞപ്പൂക്കളൊക്കെ ഉള്ള കറക്റ്റ് നമ്മുടെ ഈ സ്വർഗ്ഗമൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യില്ല, അതേപോലത്തെ ഒരു സ്പേസ് ആയിരുന്നു. ആൻഡ് ഓൾസോ അവിടെ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് ഞാനിങ്ങനെ വിഷമിച്ചു, ഇതിന്റെ മുകളിൽ കയറുന്ന എന്ത് പാടുപെട്ടാണെന്നുള്ള സാധനം ഞാനിങ്ങനെ വന്ന്, കാരണം ഞാൻ ഒരുപാട് അന്നത്തെ ദിവസം ഞാൻ എന്താ പറയാ ചെത്ത് വീണു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ. കാര്യം അത്രയും ലോങ് ആയിട്ട് ഞാൻ ഇതുവരെ ലൈഫിൽ അങ്ങനെ ട്രക്ക് ചെയ്തിട്ടില്ല. അപ്പോ പിന്നെ പറയുന്ന അവിടെ ആ ഒരു അവിടെ ബേസിക്കലി മുൻമണി എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ ബേസിക്കലി കൂടുതലുള്ളത് ഈ ആട് മേയ്ക്കാൻ വരുന്നവര് അല്ലെങ്കിൽ കുറച്ച് കന്നുകാലികളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോ അവര് പഞ്ചാബിൽ നിന്നാണ് ആക്ച്വലി അവിടെ വരുന്നത്. ഈ ഒരു 3 മാസം അവിടെ കൂടുതൽ ഈ പറയുന്ന പോലെ ഒരുപാട് പുല്ലുകളും ഇതൊക്കെ ഉണ്ട്. അവര് അവിടുന്ന് ആടിനെയും അല്ലെങ്കിൽ അവരുടെ പോത്തിനെയൊക്കെ മേയിച്ചുകൊണ്ട് ഇവിടെ ഒരു 3 മാസം വന്ന് നിന്നിട്ട് അവര് തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് പോകും. അതിന്റെ അവിടെയുള്ള നമുക്ക് അവിടെ നിന്ന് ഒരു മെയിൻ ഫുഡ് സോഴ്സ് എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ ഇവരുടെ അടുത്തു നിന്നുള്ള ഫുഡും, അല്ലെങ്കിൽ ഇവരായിരുന്നു നമ്മളെ കൂടുതൽ അതിന്റെ മുകളിൽ വേറെ കറണ്ട് ഇല്ല, റേഞ്ച് ഇല്ല, വേറെ നമുക്ക് വേണ്ട ഒന്നുമില്ല. ആകെ ഉള്ളത് തൊട്ട് അവിടുന്ന് ഒരു 600 മീറ്റർ താഴത്തേക്ക് ഇറങ്ങി അവിടുന്ന് ഒരു ചെറിയൊരു വെള്ളത്തിന്റെ സോഴ്സ് ഉണ്ട്. അത് മാത്രമായിരുന്നു നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടായിരുന്നു ഞങ്ങൾ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ കുറെ കൾച്ചേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവിടുത്തെ ആൾക്കാരെ ജീവിക്കുന്ന രീതിയൊക്കെ കണ്ടു. കാര്യം അവിടെ കറണ്ട് ഇല്ല, ഫോണിൽ ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലാതെ അവർ ഈ ഒരു 3 മാസം ഒരു ഫാമിലി ആയിട്ട് അടിച്ചു പൊളിച്ചെന്നല്ല എന്റെ കണ്ണിൽ എന്താ പറയാ, അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ഓരോരു ഫാമിലി ഒക്കെ ആയിട്ടുള്ള രീതിയിൽ കുട്ടികളാണെങ്കിൽ നമ്മളോട് ഒന്ന് കുറെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവർ ക്രിക്കറ്റ് ബാറ്റ് അവർ ലൈക്ക് എന്താ പറയാ പ്ലാസ്റ്റിക് ബോളൊക്കെ കൊണ്ട് ചുരുട്ടി ബോളൊക്കെ ഉണ്ടാക്കി ആൻഡ് അവിടുന്ന് തടിയൊക്കെ വെട്ടി ബാറ്റൊക്കെ ഉണ്ടാക്കി അവരുടേതായ രീതിയിൽ അവർ സന്തോഷം കണ്ടെത്തുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഇത്ര അടുത്തറിയാൻ പറ്റിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് എല്ലാം ബെസ്റ്റ് തന്നെയാണ്. ഒരു എല്ലാം എന്താ പറയാ ആ സമയത്ത് പോകുമ്പോൾ പിന്നെ ബെസ്റ്റ് അല്ല ഇങ്ങനത്തെ രീതിയിലില്ല. യെസ്. ആൻഡ്
അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇപ്പോൾ ട്രാവലിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിമാചൽ പ്രദേശിലെ സോസ്ന ജില്ലയിലെ ബുൺബുണി എന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്തതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എക്സ്പീരിയൻസസ് ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ ഇനി അറിയേണ്ടത്, സാർ എന്തായാലും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ലൈം ലൈറ്റിൽ തന്നെ നിൽക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ കാര്യത്തിനായിട്ട് വിളിച്ചപ്പോഴും ഇന്റർവ്യൂവിന് ഡേറ്റ് ചോദിച്ചപ്പോഴും എന്നോട് പറഞ്ഞൊരു കാര്യം, സോറി ഞാനിങ്ങനെ ലൈം ലൈറ്റിലൊന്നും വരാറില്ല. ഞാൻ ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കാറില്ല. എനിക്കെപ്പോഴും സമൂഹത്തിന്റെ ഇടയിൽ തന്നെ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. പിന്നെ ഒരുപാട് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരി ഒരു ഇന്റർവ്യൂവിന് സമ്മതിച്ചു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഒരു ലൈം ലൈറ്റിൽ നിന്നൊക്കെ തെന്നി മാറിയിട്ട് സമൂഹത്തിലേക്ക് വീണ്ടും വീണ്ടും ഒതുങ്ങിക്കൂടുന്നത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. അല്ല, അങ്ങനെ ഒരു നമ്മള് എന്താ പറയാ, നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ചെയ്തു യെസ്. പോവുക എന്നുള്ളതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ അത് തന്നെയായിരുന്നു പറഞ്ഞത്. അത് ലൈക്ക് ഒരു അതിന്റെ പേരില് ഈ പറഞ്ഞ പോലെ ഫേമസ് ആവുക, മറ്റുള്ളവർക്ക് മാതൃകയാവുക, അതൊക്കെ വേണം. പക്ഷെ ലൈക്ക് എന്താ പറയാ, അത് കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ ഇത് കാര്യം ഇതില്ല. ഈ ഫെയിം ആയാലും ഉണ്ടാവുന്ന കുറെ ബെനിഫിറ്റ്സ്, എന്താ പറയാ, യെസ്. പിന്നെ അല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. ബേസിക്കലി ഈ പറയുന്ന പോലെ നമ്മള് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ ലൈക്ക് എപ്പോഴാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, കൂടുതൽ നമ്മള് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങളായിട്ട് നമ്മൾ മുമ്പോട്ട് വന്നിടത്തേക്ക് അവിടെ ക്രിട്ടിസൈസ് ചെയ്യാനായിരിക്കും കൂടുതൽ ആൾക്കാർ ഉണ്ടാവാറുണ്ടാവുന്നത്. സോ അതും പിന്നെ അതല്ലാതെ ഞാൻ എന്റെ സെൽഫിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്, മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടല്ല ഓക്കെ. ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോ ഈ ലൈക്ക് അതുകൊണ്ട് തന്നെ ഫേമസ് ആവാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ഇപ്പൊ ഫേമസ് ആവാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് ആഹ് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഉണ്ടാവാം, പക്ഷെ എന്നാലും ഞാനിപ്പോ ഇതുവരെ കാര്യം ഇതിനെ ഒരു നോർമൽ ആയിട്ടാണ് ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നിട്ടും എന്താ പറയാ, അത് ഈ പറയുന്ന പോലെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരു ഫേമസ് ആവുന്നതിനൊരു ഇതുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബേസിൽ ഫേമസ് ആയി നിന്നുകൊണ്ട് കിട്ടും എന്നുള്ളൊരു ഓക്കെ. രീതിയിൽ ഞാൻ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ബാക്കിയുള്ള ആൾക്കാർ കൂടുതലായിട്ട് അറിയണം എന്നൊരു സംഭവം നമുക്കില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു എന്താണോ ചെയ്യുന്ന പ്രവർത്തികള് അത് കിട്ടുന്ന ആളും കൊടുക്കുന്ന ആളും മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളൊരു രീതിയിലും കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ എൻജിഒസിലാണെങ്കിൽ നമ്മള് കൂടുതൽ വോളണ്ടിയേഴ്സും കൂടെ ഇത്ര എഫേർട്സും അല്ലെങ്കിൽ കാര്യങ്ങളും, കാര്യം നമ്മള് ചെയ്ത കുറെ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ പുറത്ത് പറഞ്ഞിട്ട് പോലും ഇല്ല. യെസ്. ഇൻഡിവിജ്വലി വരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു കുട്ടിയുടെ ഫീസിന്റെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയാതെ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളിത് ചെയ്തു അല്ലെങ്കിൽ ഇത് കാണിക്കാൻ വേണ്ടി ഇത് ചെയ്തു എന്നുള്ള രീതിയിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റും, കുറച്ചുകൂടെ എമ്പതി ബേസ്ഡ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. നമ്മളൊരു ഫെയിം ആഗ്രഹിച്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ പ്യുവർ ഇന്റൻഷനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂയുടെ ഇത് പറഞ്ഞപ്പോഴും ഞാൻ ഈ ഒരു ബേസിലൊക്കെ ഇന്റർവ്യൂ എടുക്കേണ്ട രീതിയിലൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചത് യെസ്. അന്ന് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ. സോ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ എന്നാണ് വിഷയം. കാര്യം ഓരോ ആൾക്കാർക്കും ഓരോ ഇൻഡിവിജ്വലി എന്താ പറയാ ഓരോ കാര്യങ്ങളാണ്. ചില ആൾക്കാർ ഇത് അറിയിക്കണം എന്നുണ്ടാവും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കൂടുതലായിട്ട് മറ്റുള്ളവർ ഇതിനകത്തേക്ക് വരണം എന്നുള്ളൊരു ബേസ് വെച്ചിട്ട് ചെയ്യാൻ. കാര്യം എന്റെ ഇപ്പോഴത്തെ വർക്ക് ഫോമിൽ എനിക്കിത് വേറെ ആരെ അറിയിച്ചിട്ടൊന്നും ഇടാനില്ല നിലവിലത്തെ സിറ്റുവേഷനിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ സോ മാക്സിമം ഈ പറയുന്ന പോലെ കൂടുതൽ പുറത്തേക്കോ അല്ലെങ്കിൽ അങ്ങനെ അധികം വിടാതെ ആണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്യുന്നത്. സോ ആ കാര്യം നമ്മൾ കുട്ടികളുടെ ഇടയിൽ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതും കൂടി ഉണ്ട്, അത് വേറൊരു സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ നമ്മൾ കുട്ടികളായിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, കാര്യം അങ്ങനെ നമ്മൾ ഒരിക്കലും പുറത്ത് വിടാനായിട്ടും നമുക്ക് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇത് സമൂഹത്തിന് മുമ്പിൽ എത്തിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ്, ഇവരെല്ലാവർക്കും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അത് ഇത്ര ആൾക്കാർ അറിഞ്ഞാൽ മതി എന്ന് വിശ്വസിക്കുന്നു. അപ്പോ കൂടുതൽ വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവരിലെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമ്മൾ മാക്സിമം ഇൻഫർമേഷൻസ് പാസ് ചെയ്യാറ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലാണ് പതിവ്. കൂടുതൽ ഈ മുഖ്യധാര എന്ന് പറയുന്ന സാധനത്തിലേക്ക് വരാൻ പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. ബാക്കിയുള്ളവർ എങ്ങനെ വരുന്നു എന്നുള്ളത് ഈ പറയുന്ന പോലെ ഈ പറയുന്ന പോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഒരുപാട് പേര് ഞാൻ സോഷ്യൽ മീഡിയസിലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവരുടെ അടുത്തുനിന്ന് തന്നെ എനിക്കും കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്.
അപ്പോ ആ രീതിയിലൊക്കെ ഓക്കെയാണ്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എടുത്ത് മുമ്പിലോട്ട് വെച്ചിട്ട് ഇതെന്നൊക്കെ നമ്മൾ ചെയ്തു എന്നുള്ള രീതിയിൽ പറയാനായിട്ടുള്ളൊരു ടെൻഡൻസി പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞ ഇങ്ങനെ വേറെ എന്താ പറയാ അങ്ങനെ വേറെ മുമ്പിലേക്ക് വരാത്തത് കൊണ്ടാണ്. യെസ്. അപ്പൊ എന്തായാലും നമുക്കൊരു ഇന്റർവ്യൂ തന്നതിന് വളരെയധികം താങ്ക് യു സർ. താങ്ക് യു, താങ്ക് യു. ഈ ഇന്റർവ്യൂവിന്റെ കഥ പറയുമ്പോൾ ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ കൂടെ പ്രഷറൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇർഫാൻ സാറിനെ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇനി സാറിന് സമൂഹത്തിനോട് പറയാനുള്ള ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നമ്മളുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സാറിനെ ഇപ്പോൾ കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവരോട് പറയാനുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഓക്കെ, ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള കുറെ ഫാക്ടേഴ്സ് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണം. നമുക്ക് മരിക്കുന്നവരെ നമുക്ക് ഓരോ നിമിഷവും അത്ര ബ്യൂട്ടിഫുൾ ആണ്. കാര്യം നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എപ്പോഴും എന്താ പറയാ, നേരത്തെ കഴിഞ്ഞു പോയ പാസ്റ്റിനെ പറ്റിയും അല്ലെങ്കിൽ മുമ്പിലേക്ക് പോകുന്ന ഫ്യൂച്ചറിനെ പറ്റിയും നമ്മള് കൂടുതലായിട്ട് നമ്മളവിടെ ചിന്തിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെ നഷ്ടപ്പെടുന്ന നമ്മുടെ മൊമെന്റാ. ആ ഒരു മൊമെന്റിൽ നമ്മൾ ചെയ്യാൻ പറ്റുക വിചാരിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റാതെ പോകുന്നു. കുറെ ആൾക്കാർ അങ്ങനെ കാണുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു മൊമെന്റിൽ ജീവിക്കുക, അല്ലെങ്കിൽ ആ മുമ്പിലേക്ക് പോകുന്നതിലേക്ക് എന്താ പറയാ, ആ ഒരു മൊമെന്റിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ പാസ്റ്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫ്യൂച്ചറിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ആ മൊമെന്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ഈ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ സ്വന്തം കുട്ടികളാവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുഞ്ഞു കുട്ടികളാവാം, അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാരാവാം, അനിയത്തിമാരാവാം, ആര് വേണമെങ്കിലും ആവാം. അപ്പൊ നമ്മുടെ ചുറ്റുപാടുള്ള കുട്ടികളെ മാക്സിമം അവരെ എന്താ പറയാ, അവർക്ക് ഒരു നല്ല മുമ്പിലോട്ടുള്ള ഒരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഒരു നല്ല വേ ഓഫ് ലീവിങ് അവർക്ക് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യാന്നുള്ളത് മാക്സിമം ചെയ്ത് മുമ്പിലോട്ട് പോവുക. സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക, ആൻഡ് സന്തോഷം തരുന്നത് മാത്രം ചെയ്യുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ലൈഫ് അടിപൊളിയായിട്ട് തന്നെ മുമ്പോട്ട് പോകും, ആരുടെ ആണെങ്കിലും. യെസ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് സാർ ഫോർ ജോയിനിങ് us here on the show on Red Carpet. താങ്ക് യു സോ മച്ച്. യെസ്. അതെ, നമ്മളോട് ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഇർഫാൻ യാസർ ഖാൻ സാറാണ്. സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൽ പകുതിയൊന്നും ഇവിടെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടില്ല. അതൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എനിക്ക് ഇറങ്ങി വരാനായിട്ട് ഒരു താല്പര്യമില്ല. ഞാൻ എപ്പോഴും ആളുകളുടെ ഇടയിലായിരിക്കും, ആളുകളുടെ ഇടയിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ തന്നെ പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പൊ തന്നെ ഒരു അവാർഡ് വിന്നറാണ്, പക്ഷേ അവാർഡിനായിട്ട് ഞാൻ അപ്ലൈ ചെയ്തതല്ല, അവാർഡ് ലഭിച്ചപ്പോഴാണ് ഞാനത് അറിയുന്നത് എന്നാണ് സാറും പറയുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള കുറച്ചധികം വ്യക്തിത്വങ്ങളുമുണ്ട് നമ്മളുടെ ഇടയിൽ. അടുത്ത റെഡ് കാർപ്പറ്റിൽ ഒരു അടിപൊളി ആളുമായിട്ട് ഇനിയും തിരിച്ചു വരാം. അതുവരേക്കും ദിസ് ഇസ് RJ Jerry signing off from Red Carpet. Keep on listening to Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.